ഇന്ന് ഞാൻ കരിമീൻ പിടിക്കാനാ വന്നേക്കുന്നുട്ടാ. പക്ഷെ നമ്മൾ ഓൺലൈൻ കണ്ടപ്പോ ഒരു ലൂർ അങ്ങോട്ട് മേടിച്ചു. ഹൂപ്പർ പ്രോപ്പർ എന്നതിന്റെ പേര്. നല്ല റിസൾട്ട് ഉള്ള ലൂറാന്നാണ് കേട്ടോ നമ്മൾ കേട്ടത്. ഇതിന് താഴെ കിടക്കുന്ന സ്പിന്നർ പോലത്തെ ഒരു പ്ലാസ്റ്റിക് സംഭവം. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോ വെള്ളത്തിൽ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഒരു സൗണ്ട് വരുതാ. ഇതേമാതിരി അതിന്റെ സൗണ്ട് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാട്ടാ കാസ്റ്റ് ചെയ്തിട്ട്. ലൂറ് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ നേരെ നമ്മളെ പോളൂർ എടുത്തുട്ടാ കരിമീൻ പിടിക്കാൻ വേണ്ടിട്ട്. ആദ്യത്തെ തീറ്റ നമ്മൾ സെറ്റ് ആക്കിയിട്ട് നമ്മൾ വെയിറ്റിംഗ് ആണ് കേട്ടോ. ദിവസമായി നമ്മൾ ഈ ഭാഗത്ത് വന്നതോട് കൂടിയിട്ട് ഇവിടെ കുറെ മാറ്റങ്ങൾ വന്നിട്ടാ. വെള്ളമൊക്കെ ഇറങ്ങിപ്പോയിക്കണം. മഴ പെയ്തിട്ട് എന്താണോ ഇങ്ങനത്തെ അവസ്ഥ. ആദ്യത്തെ തീറ്റയിലെ നമുക്ക് മീൻ അടിച്ചുവിടാം. പക്ഷെ അത് കരിമീനല്ല കേട്ടോ. അതാണ് പൂവാലിപ്പരലിരുന്നു. ഈ ഒരു സൈസിലുള്ള പരലുകളൊന്നും നമ്മൾ എടുക്കാറില്ല. പക്ഷെ ഇന്ന് എടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ അടുത്ത് ഒരാള് ഈ ഒരു വലിപ്പത്തിലുള്ള പരലിനെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ കിട്ടുന്നതൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം അവരെ നമ്മൾ സഞ്ചിയിലിട്ട് കുറെ നേരം നിന്നിട്ട് പിന്നെയും പരലുകൾ തന്നെ അടിക്കുന്നു കേട്ടോ. അപ്പൊ തന്നെ നമ്മൾ വണ്ടി എടുത്തിട്ട് നേരെ സ്പോട്ടിലേക്ക് പോയിട്ടാ. എന്റെ വീഡിയോ കണ്ടവർക്ക് അറിയാം, ഞാൻ മിക്ക ഫിഷിങ്ങിന് പോകുമ്പോൾ നമ്മുടെ EV എടുക്കാറുണ്ട്. പക്ഷെ ഇന്ന് നമ്മുടെ ബൈക്കാണ് എടുത്തേക്കുന്നത് കേട്ടോ. അങ്ങനെ വേറെ സ്പോട്ടിലേക്ക് വന്നപ്പോൾ ഇഷ്ടം പോലെ കരിമീൻ ഉണ്ട് കേട്ടോ. നമുക്ക് സൂം ചെയ്തിട്ട് കാണിക്കാൻ പോലും പറ്റില്ല. അമ്മാതിരി മീനുകളാണ് ഇപ്പുറത്തെ സൈഡ് കേട്ടോ. നമ്മൾ നിൽക്കുന്നത് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആയിരുന്നു കേട്ടോ മുന്നേ. സമയങ്ങളായിട്ട് നമ്മൾ നമ്മുടെ നോർമൽ തീറ്റ മാതിരി തീറ്റ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ തീറ്റ മിക്സ് ചെയ്യുന്ന സമയത്ത് ഉമ്മ മസാല ഇടായിരുന്നു കേട്ടോ, ചിക്കൻ മസാല. അപ്പൊ നമ്മൾ ആ മസാലയും കൂടി ഈ തീറ്റയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഈ സ്പോട്ടിലും ആദ്യത്തെ മീൻ കിട്ടിയിട്ടാ. ഇവൻ കുറച്ച് ബലം പിടിച്ചപ്പോ ഞാൻ വിചാരിച്ചത് കരിമീനാന്നുണ്ടാ. പക്ഷെ അതുണ്ടാ പൂവാലിപ്പരൽ തന്നെ. നേരത്തെ കിട്ടിയവന് ഒരു റെഡ് കളറാണെങ്കിൽ ഇവൻ കുറച്ച് സിൽവർ കളറാണ് കേട്ടോ. അത്ര വ്യത്യാസമുള്ളൂ. രണ്ട് സ്പോട്ടിലും കരിമീൻ കിട്ടാത്തതുകൊണ്ട് നമ്മൾ മൂന്നാമത്തെ സ്പോട്ടിൽ പോയി കിട്ടാം. പക്ഷെ എനിക്ക് എന്താ അവിടുന്ന് എന്താ പൂവാലിപ്പരൽ തന്നെ അടിച്ചിട്ടാ. എന്താ പറയാ, ഇതൊക്കെ നമുക്ക് ഇപ്പൊ അടിക്കണുള്ളൂ കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കല്ല കേട്ടോ. പരാൽ കാസ്റ്റിംഗ് ആണോ അതുപോലെ കരിമീൻ ഫിഷിംഗ് ആണോ വേണ്ടത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യട്ടോ.